ഗുണ കേവിന്റെ ചരിത്രം മാറ്റിയെഴുതിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. പ്രേമം സിനിമ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ കോളിളക്കമാണ് തമിഴ്നാട്ടിലടക്കം മഞ്ഞുമൽ ബോയ്സ് സൃഷ്ടിക്കുന്നത്. തമിഴ്നാട്ടിൽ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോയാണ് മഞ്ഞുമൽ ബോയ്സിന്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു വരവേൽപ്പ് മറ്റൊരു മലയാള സിനിമയ്ക്കും തമിഴ്നാട്ടിൽ ലഭിച്ചിട്ടില്ല. ജാനേമൻ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ യുവ സംവിധായകൻ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയിരിക്കുന്നത്. സൗബിൻ, ശ്രീനാഥ് ഭാസി, ദീപക് പറമ്പോൾ, ഗണപതി, ബാലു വർഗീസ് തുടങ്ങിയ യുവ താരനിരയായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂർ പോയ ഒരു കൂട്ടം യുവാക്കൾക്കുണ്ടായ അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന പേരിൽ സിനിമയായത്. മുമ്പ് പലരും ഈ സംഭവം സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. കോടികൾ മുടക്കി പെരുമ്പാവൂരിൽ ഗുണ കേവ് പുനഃസൃഷ്ടിച്ചാണ് ക്ലൈമാക്സും മറ്റു ചില രംഗങ്ങളും ചിദംബരവും ടീമും ഷൂട്ട് ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് ചർച്ചയാകുമ്പോൾ സംവിധായകൻ ചിദംബരവും കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിക്കുമാണ് ഏറ്റവും പ്രശംസ ലഭിക്കുന്നത്. 100% കഥാപാത്രത്തോട് നീതി പുലർത്തുന്നതായിരുന്നു കാസ്റ്റിംഗ്. ഭാവിയിൽ മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റാൻ പോകുന്ന ചെറുപ്പക്കാരിൽ 2 പേരാണ് ചിദംബരവും ഗണപതിയും എന്നതിനോട് സിനിമാ പ്രേമികൾക്ക് എതിർപ്പില്ല. അച്ഛൻ സതീഷ് പൊതുവാളിന് കലയോടുള്ള പ്രേമമാണ് ചിദംബരത്തെയും ഗണപതിയെയും സിനിമയിൽ എത്തിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ബാലതാരമായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായും ഇരുവരും സിനിമയുടെയും ടെലിവിഷന്റെയും ഭാഗമാണ്. ചിദംബരമാണ് ആദ്യം അഭിനയിച്ചു തുടങ്ങിയത്. അത് കണ്ടാണ് ഗണപതിയും അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. ഒരു ഘട്ടം എത്തിയപ്പോൾ ചിദംബരം അഭിനയം ഉപേക്ഷിച്ച് സഹസംവിധായകനായി. അപ്പോഴും ഗണപതി നായകനായും സഹനടനായും എല്ലാം സിനിമയിൽ ചെയ്യുകയായിരുന്നു. പിന്നീട് ചേട്ടൻ സ്വതന്ത്ര സംവിധായകനായപ്പോൾ ഗണപതിയും ഒപ്പം കൂടി എഴുത്തിലും മറ്റു പിന്നണി പ്രവർത്തികളിലും സഹായിച്ചു. അച്ഛന് സിനിമയിൽ സാധിക്കാതെ പോയതെല്ലാം മക്കൾ 2 പേരും ഇന്ന് സാധിച്ചെടുക്കുന്നുണ്ട്. ലോകത്തെമ്പാടു നിന്നുമായി തന്റെ 2 ആൺമക്കളെ തേടിയെത്തുന്ന അഭിനന്ദനങ്ങൾ കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛൻ സതീഷ് തന്നെയാണ്. ഏറെക്കാലം മലയാള സിനിമയുടെ പിന്നണിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റും സതീഷ് പൊതുവാൾ പ്രവർത്തിച്ചിരുന്നു. വായനയും എഴുത്തുമാണ് സതീഷിന് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു കാര്യം. ചിദംബരത്തിനും ഗണപതിക്കും പുസ്തകപ്രിയം ഉണ്ടായത് പോലും സതീഷിലൂടെയാണ്. സതീഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഞ്ഞുമൽ വൻ വിജയമായ ശേഷം പലരും നമ്പർ തപ്പി പിടിച്ചു വിളിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ചിദംബരം എന്ന പേര് കണ്ടുപിടിച്ചത് ജി അരവിന്ദൻ തന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. ചിദംബരത്തിന്റെ അർത്ഥം ആ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരു കൂട്ടത്തിന്റെ ലീഡർ എന്ന തരത്തിലാണ് ഗണപതി എന്ന പേര് മകനിട്ടത്. പിന്നെ കുട്ടിക്കാലത്ത് അവർക്ക് പലഹാരങ്ങളോടൊന്നുമല്ല താൻ അധികവും വാങ്ങിക്കൊടുത്തിരുന്നത്. യാത്ര പോയി വരുമ്പോൾ പുസ്തകങ്ങളാണ് സമ്മാനിച്ചിരുന്നത്. താൻ വളർന്നത് പുസ്തകങ്ങൾക്ക് നടുവിലാണ്. അച്ഛൻ മാതൃഭൂമി ലേഖകനായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഹോം ലൈബ്രറി വരെ ഉണ്ടായിരുന്നു. താൻ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം പുസ്തകങ്ങൾ വാങ്ങാനാണ് നീക്കിവെച്ചിരുന്നത്. അതിൽ 1% ചിദംബരത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾക്കും മറ്റൊരു ശതമാനം ഗണപതിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾക്കും പിന്നെയുള്ള ശതമാനം തനിക്കുള്ള പുസ്തകങ്ങൾക്കും എന്ന് തരംതിരിച്ചു വെച്ചാണ് വാങ്ങിയിരുന്നത്. ചെറുപ്പം മുതൽ 2 പേരും നന്നായി വായിക്കുമായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചിദംബരത്തിന് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ താൻ മെമ്പർഷിപ്പ് എടുത്തുകൊടുത്തിരുന്നു. ഇപ്പോൾ ചിദംബരം തന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. അവൻ യാത്ര കഴിഞ്ഞു വരുമ്പോൾ പുസ്തകങ്ങൾ തനിക്ക് കൊണ്ടുവന്ന് തരാൻ തുടങ്ങിയെന്നാണ് സതീഷ് പൊതുവാൾ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.